മനുഷ്യനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ഭയം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മനുഷ്യൻ എപ്പോഴും ഭയമുള്ളവനാണ്. നാം രോഗത്തെ ഭയപ്പെടുന്നു, രോഗാണുക്കളെ ഭയപ്പെടുന്നു, ക്ഷീണത്തെ ഭയപ്പെടുന്നു, ചില ഭക്ഷണങ്ങളെ നാം ഭയപ്പെടുന്നു, ശത്രുക്കളെ ഭയപ്പെടുന്നു, മൃഗങ്ങളെ ഭയപ്പെടുന്നു, ചില ആക്രമണങ്ങളെ ഭയപ്പെടുന്നു, അപകടങ്ങളെ ഭയപ്പെടുന്നു, മരണത്തെ ഭയപ്പെടുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും നിലയിൽ നാം ഭയമുള്ളവരാണ്. നാം അറിയാതെ പലതിനെയും നാം ഭയപ്പെടുകയാണ്. ഭയമില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു ദിവസത്തിൽ പല പ്രാവശ്യം നാം പലതിനെയും ഭയപ്പെടുന്നവരായി തീരുകയാണ്. നാം ശ്രദ്ധാലുക്കളായി തീരുന്നതിൻ്റെ കാരണം ഈ ഭയം തന്നെയാണ്. നാം നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുന്നു, ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നു, കഴിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ കഴിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നാം വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭയം തന്നെയാണ് എന്നുള്ളതിൽ തെല്ലും സംശയം വേണ്ട. ഒരു ഹോട്ടലിൽ കയറുന്നു എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നാം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. കാരണം എന്താണ്? രോഗാണുക്കൾ പിടിപെടും എന്നുള്ള ഏറ്റവും വലിയ ഭയം നമ്മുടെ മനസ്സിലുണ്ട്. ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ നാം അതിനെ ഏറ്റവും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നു. കാരണം എന്താണ്? അതിൽ കൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നുള്ള അതിഭയാനകമായ ഒരു ചിന്ത നമ്മെ അലട്ടുന്നു. അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മാണുക്കളെപ്പോലും നാം വല്ലാതെ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാവരും മാസ്ക് ഉപയോഗിച്ചത്. കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത കൊറോണ വൈറസിനെ നാം എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു പോയി. ഈ രോഗാണുക്കളെ ഭയപ്പെടുന്നത് പോലെ തന്നെ നാം അപകടങ്ങളെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പ്രിക്കോഷൻസ് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ടതായിട്ട് വരുന്നത്. നിസ്സാരമായി നാം നോക്കിയാൽ നാം അണിയുന്ന ചെരുപ്പിൻ്റെ അടിയിലുള്ള ഗ്രിപ്പ് വരെ നാം വീണു പോകും എന്നുള്ള ഭയത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത്? ഇതെല്ലാം ഭയത്തിൽ നിന്നുണ്ടായിട്ടുള്ള മുൻകരുതലുകൾ തന്നെയാണ്. ചിലർക്ക് ബൈക്ക്, സ്കൂട്ടർ മുതലായ ടൂ വീലറുകളിൽ യാത്ര ചെയ്യുന്നത് ഭയമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ടൂ വീലറുകൾ ഒഴിവാക്കിയിട്ട് കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുന്നു. ചിലർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഭയമായതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ചിലർ വിചാരിക്കുന്നു ട്രെയിനിൽ യാത്ര സുരക്ഷിതമല്ല, അതുകൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ എപ്പോഴും എന്തിനെയൊക്കെയോ നാം ഭയപ്പെടുകയാണ്. ഒരാൾക്ക് ഭയമുണ്ടാക്കുന്നതായ കാരണം മറ്റൊരാൾക്ക് ഭയമാകണമെന്നില്ല. ചിലർക്ക് ഇരുട്ടിനെ പേടിയാണ്, മറ്റു ചിലർക്ക് ഇരുള് ഇഷ്ടമാണ്. അങ്ങനെ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവൻ ഒരുപക്ഷെ ഇരുട്ടിനെ ഭയപ്പെടുന്നവനെ കളിയാക്കാം. പക്ഷേ ഈ കളിയാക്കുന്നവൻ മറ്റേതെങ്കിലും ഒരു നിസ്സാര കാര്യത്തെ വല്ലാതെ ഭയപ്പെടുന്നവനായിരിക്കാം. ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഏത് പാമ്പിനെ കണ്ടാലും അതിനെ അടിച്ചു കൊല്ലും. എത്ര ഉഗ്രവിഷമുള്ള പാമ്പായിരുന്നാലും അതിനെ അടിച്ചു കൊന്നിട്ടേ അദ്ദേഹം അവിടെ നിന്ന് പോവുകയുള്ളൂ. അത്രമാത്രം ധൈര്യശാലിയാണ്. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ ഒരു ചെറിയ വണ്ട് വന്നു പോയാൽ ആ മുറിക്കുള്ളിൽ അദ്ദേഹം ഇരിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന് ഈ വണ്ടിനെ ഭയമാണ്. അതുകൊണ്ട് ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊന്നിനെ നാം ഭയപ്പെടുന്നു. എപ്പോഴും ഭയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ലോകത്തിലെ മിക്ക കണ്ടുപിടുത്തങ്ങളും ഭയത്തിൽ നിന്നുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്, ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യന്റെ ഭയം ഒരിക്കലും കുറയുന്നില്ല, കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആയുധങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആയുധം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആക്രമണത്തെ ചെറുത്ത് നിൽക്കുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകുന്നു. ഭയം അല്പമായിട്ടെങ്കിലും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. അങ്ങനെ ആയുധങ്ങൾ വർദ്ധിച്ച് ഭൂഗോളത്തെ തന്നെ പല പ്രാവശ്യം ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങൾ ലോകരാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ഭയമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ആയുധങ്ങൾ ഇപ്പോൾ വലിയ ഭയത്തിന് കാരണമായി തീർന്നിരിക്കുന്നു.
അങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എപ്പോഴും നമ്മെ ഭയം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ എല്ലാ സമയത്തും ഭയം നമ്മെ വേട്ടയാടുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു എന്നുള്ളത്. എല്ലാ സമയത്തും നമ്മുടെ ചുറ്റും ഭീതിയാണ്, നമുക്കെപ്പോഴും ഭയമാണ്. എന്തിനെയൊക്കെയോ നാം ഭയപ്പെടുന്നു, ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊന്നിനെ നാം ഭയപ്പെടുന്നു. അങ്ങനെ നാം എല്ലാ സമയത്തും ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ധൈര്യം അപ്പാടെ നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും ഭയാനകമായ കാര്യമാണ് ഭയം എന്നുള്ളത്. ഈ ഭയത്തെ ഒന്ന് മാറ്റുവാനായിട്ടുള്ള വഴി എന്താണ്? ഒരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നാം മറ്റൊരു ഭയത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. അതുകൊണ്ട് ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാനുഷികമായ വഴികളൊന്നും തന്നെ പര്യാപ്തമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരുണത്തിൽ ദൈവവചനം വളരെയേറെ ശ്രദ്ധേയമാണ്. യെശയ്യാപ്രവചനം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവവചനം നമ്മോട് പറയുന്നത് നീ ഭയപ്പെടേണ്ട എന്നാണ്. ജീവിത സാഹചര്യങ്ങളെല്ലാം നിന്നെ ഭയപ്പെടുത്തുന്നതാണ്. ഓരോ ദിവസവും നീ ഭയത്തിനടിമയാണ്. മരണഭീതി നിന്നെ വല്ലാതെ പിടികൂടുന്ന സമയം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഉണ്ടാകാം. ഒരു ഭയത്തിൽ നിന്ന് നീ മറ്റൊരു ഭയത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ ലോക സാഹചര്യങ്ങൾ ഒന്നും തന്നെ നിന്റെ ഭയത്തെ മാറ്റുവാൻ പര്യാപ്തമല്ല. എന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. വേദപഠിതാക്കൾ പറയുന്നത് 365 പ്രാവശ്യം ഈ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് തിരുവെഴുത്തിലുണ്ട് എന്നാണ്. ഒരു വർഷത്തിൻ്റെ 365 ദിവസവും ഈ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. ഭയമെല്ലാം വർദ്ധിച്ച് ജീവിതത്തിൽ നിരാശ ബാധിച്ച് നാം തളരുമ്പോഴും തകരുമ്പോഴും പലരും ജീവിതം അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ ഭയത്തെ മാറ്റുവാൻ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ലാതെ വരുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം ഭയപ്പെടുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറയാൻ സാധിക്കുന്നത് ആരാണ്? വലിയവനായ ദൈവം മാത്രമാണ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം എല്ലാ ഭയത്തിൽ നിന്നും വിടുവിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ, നമുക്ക് സാധ്യമായ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ നീ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമായിരിക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കണ്ടുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അത് പറയുവാൻ വലിയവനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ദൈവം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ ഭയം ലഘൂകരിക്കപ്പെടുന്നത് നമ്മുടെ കൂടെ ആരുണ്ട്, സഹായത്തിന് ആരുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കുഞ്ഞിനെ നാം സ്കൂളിലേക്ക് അയക്കുമ്പോൾ ആരുടെ കൂടെ അയക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ട്. ആ കുഞ്ഞിനെ കരുതുന്ന ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ്, നമ്മുടെ ഭയം നീങ്ങിപ്പോകുന്നു. ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ഡോക്ടർ എപ്പോഴും അടുത്തുണ്ട് എന്നുള്ളതായ ചിന്ത നമ്മുടെ ഭയത്തെ നീക്കിക്കളയുന്നു. നമ്മുടെ അടുത്ത് ആരുണ്ട്, അരികിൽ ആരുണ്ട്, നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഭയത്തെ നീക്കിക്കളയുന്നത്. ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് പറയുന്നത് ആരാണ്? ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നോക്കുക, വലിയവനായ ദൈവം തന്നെ നമ്മോട് പറയുന്നു, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെയുള്ള ഞാൻ നിന്റെ ദൈവമാണ്, നിന്നെ നിർമ്മിച്ചവനാണ്, സകല അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടാവാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവത്തിൻ്റെ ഉടമസ്ഥനാണ്. നിന്നെ സഹായിക്കുവാൻ ഞാൻ ശക്തനാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്രയോ ആശ്വാസകരമായ വചനം! ഇതിൽ പരം നമ്മുടെ ഭയത്തെ കെടുത്തിക്കളയുന്ന മറ്റൊരു കാര്യവും ഈ ലോകത്തിന് തരുവാൻ സാധ്യമല്ല. വലിയവനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത്?
അതുകൊണ്ടാണ് 121 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല, യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ആ കർത്താവ് നമ്മോട് കൂടെ എല്ലാ സമയത്തുമുണ്ട്. ഇന്ന് രാവിലെ ഈ ദൈവവചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ഈ ധൈര്യം നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ ദിവസമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഈ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്, എല്ലാ സമയത്തും അവിടുന്ന് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായ ദൃഢമായ ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ധൈര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭയമില്ലാതെ ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ കാർന്നു തിന്നുന്ന ഭയാശങ്കകൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. ഞങ്ങൾ അറിയാതെ പലതിനെയും ഭയപ്പെടുന്നുവല്ലോ കർത്താവെ. മരണഭീതി പലപ്പോഴും മനുഷ്യ ജീവിതത്തിലേക്ക് വന്ന് മനുഷ്യൻ്റെ ധൈര്യമെല്ലാം കെടുത്തിക്കളയുന്നതാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. എന്നാൽ ഈ ഭയങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുന്നത് അവിടുന്ന് മാത്രമാണ് എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ദാവീദ് രാജാവ് പറയുന്നത് പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ എന്നുള്ള ചിന്തയാൽ ഞങ്ങളെ ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ള ധൈര്യം നൽകി അവരെ സഹായിക്കണമേ. എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. ഇന്നത്തെ ദിവസം അവിടുത്തെ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു